ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ടോപ്പേഴ്സ് ആവാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ടോപ്പേഴ്സ് എന്തുകൊണ്ടാണ് എപ്പോഴും ടോപ്പേഴ്സ് ആയിട്ടിരിക്കും നിൽക്കണേ? അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്തത്? അതിന് കാരണം ടോപ്പേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുന്ന കുറച്ച് റിവിഷൻ സ്ട്രാറ്റജീസ് ആണ്. അതായത് റിവിഷൻ എന്ന് പറയുന്നൊരു കാര്യം എത്രത്തോളം മാർക്സ് കൂട്ടാനും നിങ്ങളെ ടോപ്പേഴ്സ് ആക്കാനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കിപ്പം റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിലവ് അറിയുന്നുണ്ടാകും. എന്താണ് റിവിഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ്? സിമ്പിളാണ്. നിങ്ങൾ ഒരു തവണ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് ആക്ച്വലി നമ്മളുടെ ബ്രെയിനിലെ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അത് ഷോർട്ട് ടേം മെമ്മറി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ എക്സാമിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിന് തുടക്കത്തിൽ പഠിച്ചതായിരിക്കും, പക്ഷേ എക്സാമിൽ എത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്കത് ഓർമ്മ കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കാരണം അത് ഷോർട്ട് ടേം അല്ലേ. നിങ്ങൾ പല കാര്യങ്ങളും എല്ലാ ദിവസവും കണ്ടുപോകുന്നുണ്ടാവും, പക്ഷേ നിങ്ങളോട് ആ കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. കാരണം ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുള്ളൂ, പിന്നെ നിങ്ങളത് റീകോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പിന്നെ നിങ്ങളത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോയിട്ടുമില്ല. അപ്പോൾ അതെന്താ? അത് അവിടെ ഷോർട്ട് ടേം മെമ്മറിയിൽ കിടക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ സെയിം കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോഴും സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ പഠിക്കും, അപ്പോൾ നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ പോകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതെനിക്ക് കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ എക്സാം ടൈമിലേക്ക് എത്തുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ റിവിഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന സമയത്ത്, അതായത് എക്സാം ടൈമിൽ നിങ്ങളത് റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ടോപ്പേഴ്സ് മാത്രം ഫോളോ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജീസ്? ഇത് അധികം ആരും ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ടോപ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതേപോലെ തന്നെ ടോപ്പേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എല്ലാവരോടും റിവിഷൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? ബസ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയമില്ല അല്ലേ? നമുക്ക് ആർക്കും റിവിഷൻ ഇല്ല. എല്ലാവരും കരുതുന്നത് എന്താ? റിവിഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. എന്തിനാ വെറുതെ സമയം കളയുന്നത് അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ റിവിഷൻ എത്രത്തോളം ബോറിംഗ് ആണ്, നമുക്ക് ഉറക്കം വരും. ഇങ്ങനെ പുതിയ കാര്യം പഠിക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് എന്താ? ഉറക്കം വരും. ആൻഡ് ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, റിവിഷൻ ചെയ്യാത്തതിനൊരു കാര്യം, നമുക്ക് എങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് ഇത് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റിവിഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് നിങ്ങൾ ഈ നിമിഷം വരെ കരുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആ ഒരു മണ്ടത്തരം മാറ്റി വെക്കുക. കാരണം റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചത് കംപ്ലീറ്റ് മറന്നുപോകും. നിങ്ങളുടെ ബ്രെയിനിൽ ഒന്നും ഉണ്ടാവില്ല, ഫുൾ കാലിയായിരിക്കും. ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്യണം, വെരി ഇമ്പോർട്ടൻറ്റ്. അത് വേസ്റ്റ് ഓഫ് ടൈം അല്ല, അതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഉറക്കം വരുന്നു. റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. നമ്മൾ എന്താണ് ചെയ്യുക? ഇതെല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളെപ്പോഴും നമ്മളുടെ അമ്മ നമ്മൾ ഉറക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? താരാട്ട് പാടും. താരാട്ട് ഉറക്കെ വെക്കല്ലല്ലോ ചെയ്യുക. പകരം അമ്മ എന്താണ്? പതുക്കെ പാടും അല്ലേ? പതുക്കെ പാടുമ്പോഴാണ് നമുക്കതെന്താണ്? നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകും. സെയിം കാര്യമാണ്. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വായിക്കലെങ്കിൽ അങ്ങനെ വായിക്കുന്ന സമയത്ത് എന്താണ്? നിങ്ങൾക്ക് ഉറക്കം വരും. പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഉറക്കം വായിക്കുക. നിങ്ങളൊരു പൂരപ്പറമ്പിൽ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നല്ല ബസ്സൊക്കെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണർത്തുക. നിങ്ങൾ ഉറക്കെ അങ്ങോട്ട് വായിക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നടന്നുകൊണ്ട് വായിക്കാം. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പോൾ നമ്മുടെ ബോഡി എന്താണ്? ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നിന്നുറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നടന്നുകൊണ്ട് വായിക്കാം. ആൻഡ് ഇതെല്ലാവർക്കും അറിയുന്ന കോമൺ മെത്തേഡാണ് ടീച്ച് അതേഴ്സ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിക്കുന്ന സമയത്ത് അത് നമ്മളുടെ എന്താണ്? നമ്മൾ പഠിച്ചു, നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം, പിന്നെ അത് നമുക്ക് ഓർത്തെടുത്തിട്ടാണ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന് ആക്റ്റീവ് റീകോളിംഗ്, രണ്ടാമത്തേത് റിവിഷൻ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ഒന്ന് ഇവിടെ ഒരു ആക്റ്റീവ് റീകോളിംഗ്, നിങ്ങൾ പഠിച്ച കാര്യം എന്ത് ചെയ്തു? നിങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതായിട്ട് ഇവിടെ റിവിഷൻ, നിങ്ങൾ പഠിച്ച സാധനം വീണ്ടും ഓർത്തെടുത്ത സമയത്ത് നിങ്ങൾക്ക് അതെന്താണ്? ഒരു റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് എന്താണ്? നിങ്ങളുടെ മെമ്മറി തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം അല്ലേ, എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്? റിവിഷൻ ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം റിവിഷനും മറ്റേത് ലോങ് ടേം റിവിഷനും. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ അതിലെന്താണ് ഷോർട്ട് ടേം റിവിഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ? പഠിച്ചു പോകും അല്ലേ? ഈ ചാപ്റ്റർ എടുത്തു, ഈ ചാപ്റ്റർ ഞാൻ പഠിച്ചു, ടീച്ചർ ഇന്ന് ഈ ടോപ്പിക്ക് പഠിപ്പിച്ചു, ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചു.
പിന്നെ അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ പഠിച്ചു, അടുത്ത ദിവസം പിന്നെ അവസാനം നമ്മളെപ്പോഴാണ് റിവിഷൻ ചെയ്യുന്നത്? എക്സാം ടൈമിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരോടും പറയാറുണ്ട് നമ്മൾ എന്താണ് വെള്ളം കുടിക്കണം അല്ലേ? അപ്പോൾ ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നാണ് നമ്മൾ പറയുക? ഡെയിലി നമ്മൾ പറയാറുണ്ട് മിനിമം 2 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലേ? കാരണം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും നമ്മളുടെ ബോഡി ഫങ്ഷനിങ്ങിന് നമുക്കിത് വേണം. ഞാൻ പറയാം, നിങ്ങൾ ഡെയിലി ഒന്നും കുടിക്കേണ്ട, എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ മന്ത്ലി എത്ര കുടിച്ചോളൂ? മാസം അവസാനം നിങ്ങളൊരു 50 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുമോ? നിങ്ങൾ പറയും മിസ് എന്തൊരു പൊട്ടത്തിയാണ് മിസ്, എന്താ പറയണത്, ഇത് എങ്ങനെയാണ് നടക്കുക? ഈ വെള്ളം കുടിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ബോഡി ഫങ്ഷൻസ് നടക്കുമോ? ഇതെങ്ങനെയാണ് ഒരുമിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ചത്തുപോവില്ലേ? സെയിം കാര്യം. ഇത് ഇമ്പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. മന്ത്ലി കുടിക്കുന്ന കാര്യം അല്ലേ, ഡെയിലി കുടിക്കാണ്ട് മന്ത്ലി കുടിക്കുന്ന കാര്യം ഇമ്പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സെയിം കാര്യമാണ് പഠിത്തത്തിലും. നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യാതെ ലാസ്റ്റ് എക്സാം ടൈമിൽ പോയി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഓർമ്മ ഉണ്ടാവാനാ? ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡെയിലി റിവിഷൻ ചെയ്തിട്ട് അത് ലാസ്റ്റ് എക്സാം ടൈമിൽ ചെയ്യുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ? അത് യൂസ്ഫുൾ ആവുള്ളൂ. അത് പക്ഷേ അയ്യോ മിസ് അതിന് കുറേ ടൈമൊന്നുമില്ല, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ട്, എക്സാമിനുണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ്? മക്കളെ, നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ റെഡിയാണോ? ഡെയിലി ഒരു 10 മിനിറ്റ്, അത്രയും മതി. ഡെയിലി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ റെഡിയാണോ? അത് മതി. അപ്പോൾ ആ 10 മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം നിങ്ങൾ പഠിച്ചു എന്ന് കരുതാം, 10 മിനിറ്റ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് കാണും, ഇപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നതെന്ന് കരുതുക, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഒരു ലൈവ്, ഒരു 1.5 hours ലൈവ് കഴിഞ്ഞു, 1.5 മണിക്കൂറിൻ്റെ ഒരു ലൈവ് കഴിഞ്ഞു എന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ആ ലൈവ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് ആ നോട്ട് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ നോട്ട് എഴുതിയിട്ടില്ല, നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് നോട്ട് തരാറുണ്ടല്ലോ, നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലായാലും നിങ്ങൾക്ക് നോട്ട് തരാറുണ്ടല്ലോ. ആ നോട്ട് ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട് ഒന്ന് സ്പീഡിലൊന്ന് വായിച്ചു നോക്കുക, ആ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കീവേഡ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം അതൊന്ന് ബുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, നോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് എന്താണ് ഞാനിപ്പോൾ പഠിച്ചത് എന്നൊന്ന് ഓർത്തെടുക്കാം. അത്രയും മതി. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നമ്മളൊരു 10 മിനിറ്റ്സ് എടുക്കുന്നു, അന്ന് ടീച്ചർ പഠിപ്പിച്ച് തന്ന നോട്ട്, നിങ്ങൾ എഴുതിയ നോട്ടാവാം ടീച്ചറുടെ നോട്ടാവാം, ഒന്ന് വായിച്ചെടുക്കുന്നു, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുന്നു, then അടച്ചു വെക്കുന്നു, ഓർത്തെടുക്കുന്നു, റീകോളിംഗ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും 10 മിനിറ്റ്സ് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ലോങ് ടേം റിവിഷനാണ്. ലോങ് ടേം റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുന്നത് എക്സാം ടൈമിലായിരിക്കും. ഓക്കെ, ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുക? എക്സാം ടൈമിലാണ്. അപ്പോൾ എക്സാം ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും 10 മിനിറ്റ്സ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം ഡെഡ് ലൈൻസ് ഒക്കെ വന്നു. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും, ഇന്ന് ഈ ദിവസം ഞാൻ ഈ ചാപ്റ്ററാണ്, ഈ സബ്ജക്റ്റിൽ ഈ ചാപ്റ്റർ ഞാൻ പഠിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഞാൻ ഇത് പഠിക്കും, ഇത്ര മണിക്കൂർ ഇത് പഠിക്കും. അങ്ങനെ ഒരു ഡെഡ് ലൈൻ നിങ്ങൾ വെക്കുക. എന്തിനാണ് ഡെഡ് ലൈൻ വെക്കുന്നത്? മക്കളെ, ഡെഡ് ലൈൻ വെച്ചാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ നാളെ ഉണ്ടല്ലോ, മറ്റന്നാളെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത ദിവസം ഉണ്ടല്ലോ, നാളെ നീളെ. അപ്പോൾ ഒരു ഡെഡ് ലൈൻ വെക്കുക, പഠിക്കാൻ തുടങ്ങാം. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ 10 മിനിറ്റ്സിലും നമ്മൾ അണ്ടർലൈൻ ചെയ്ത കീവേഡ്സ് ഉണ്ടല്ലോ, അത് വായിക്കാം. ഓക്കെ, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് നടക്കുന്ന സ്ഥലം ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഒത്തിരി അവൈലബിൾ ആണ്. നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചസിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നമ്മളുടെ ബുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി അതല്ല, നിങ്ങൾക്ക് നെറ്റിൽ നിന്നാണെങ്കിൽ പോലും എന്താണ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 3 കാറ്റഗറി ആക്കാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടിയത് നിങ്ങൾ എന്താണ്, ഒരു ഗ്രീൻ കാറ്റഗറി കൊടുക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി. ചില ടോപ്പിക് എത്ര ശ്രമിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അത് റെഡായിട്ട് കൊടുക്കാം. ഓക്കെ, ചില ടോപ്പിക്സ് നമ്മൾ നോക്കും, നമുക്ക് അറിയാം, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്രീനിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഈ റെഡിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് റെഡി ആയിട്ടില്ല, നിങ്ങൾക്കത് നല്ലപോലെ എഴുതാൻ കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് ഈ യെല്ലോൻ്റെ അർത്ഥം എന്താണ്? ഇത് നിങ്ങൾ കുറച്ചുകൂടി റിവൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ടാണ് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെയുള്ള നിഗമനങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും. എപ്പോൾ? നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ എക്സാമിന് മുമ്പ് നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് നിങ്ങൾ അടുത്തൊരു എക്സാമിന് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങളായിരിക്കും ക്ലാസ് ടോപ്പർ.
ഓക്കെ, ഇത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫ്രണ്ടിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ടോപ്പേഴ്സ് ആവാൻ റെഡി ആയിട്ടുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യുക.